ഹലോ ഹായ് വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ട്രിപ്പിൾ ബ്രാഞ്ചിൻ്റെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ സബ്ജക്ട് കോഡ് TCEET 303 ഈ സബ്ജക്റ്റിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള DC ജനറേറ്റേഴ്സ് അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആർമേച്ചർ റിയാക്ഷൻ. മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ എ DC ജനറേറ്റർ. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ? ആർമേച്ചറിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആർമേച്ചർ റിയാക്ഷൻ. അതായത് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. നമുക്കറിയാം ഒരു ജനറേറ്ററിലെ പ്രധാനമായിട്ട് രണ്ട് പാർട്സാണ്. ഒന്ന് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, ഒന്ന് റോട്ടോറിലുള്ള ആർമേച്ചറും. അപ്പോൾ ആ സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, ഇതാണ് സ്റ്റേറ്ററിലുള്ള ഫീൽഡുകൾ. ആ സ്റ്റേറ്ററിലെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് മെയിൻ ഫ്ലക്സ്. അതാണ് ശരിക്കും മെഷീനിൽ വേണ്ട ഫ്ലക്സ്. പിന്നെ ആർമേച്ചർ എന്ന് പറയുന്നത് ആർമേച്ചറിൽ ലോഡ് ചെയ്യുമ്പോൾ, ജനറേറ്റർ ലോഡ് ചെയ്യുമ്പോൾ ആർമേച്ചറിൽ കറണ്ട് പോകും. അപ്പോൾ ആർമേച്ചറും ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് വേണ്ടാത്ത ഫ്ലക്സാ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫ്ലക്സാ. ഈ ആവശ്യമില്ലാതെ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ്, പക്ഷേ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആർമേച്ചറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിൽ നടത്തുന്ന ഇടപെടലുകളെയാണ്. ആവശ്യമുള്ള ഫ്ലക്സിന്മേൽ ആവശ്യമില്ലാത്ത ആർമേച്ചർ ഫ്ലക്സ് നടത്തുന്ന ഇടപെടലുകളെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്, പക്ഷെ നടക്കും. ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. ഏതാ വേണ്ട ഫ്ലക്സ്? എസെൻഷ്യൽ ആയിട്ടുള്ള ഫ്ലക്സ്. ഒരു മെഷീനിലേക്ക് അത്യാവശ്യം വേണ്ടത് ഏതാ? മെയിൻ ഫ്ലക്സ്. എന്നാലേ അവിടെ ജനറേഷൻ നടക്കുള്ളൂ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുള്ളൂ. മെയിൻ ഫ്ലക്സ് എന്ന് വെച്ചാൽ സ്റ്റേറ്ററിലെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്റ്റേറ്ററിലെ ഫീൽഡ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, സ്റ്റേറ്ററിലെ മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് മെയിൻ ഫ്ലക്സ്. റോട്ടോറിലുള്ള ആർമേച്ചറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതും ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ആർമേച്ചർ ഫ്ലക്സ്. അത് ശരിക്കും ആവശ്യമില്ല. ആർമേച്ചർ ആവശ്യമാണ്, ആർമേച്ചർ കറണ്ടും അവിടെ ആവശ്യമാണ്. പക്ഷെ ആർമേച്ചർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് അനാവശ്യമായിട്ടുള്ളൊരു ഫ്ലക്സ് ആണ്. ഈ ഫ്ലക്സും മറ്റേ ഫ്ലക്സും കൂടി ഇന്റർഫിയർ ചെയ്തിട്ട് ആ മെയിൻ ഫ്ലക്സിനെ കുറേ ബുദ്ധിമുട്ടുകൾ അത് സൃഷ്ടിക്കും. ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ? ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. ഒന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. മെയിൻ ഫ്ലക്സിന്റെ മേലെ ആർമേച്ചർ ഫ്ലക്സ് നടത്തുന്ന ഇടപെടലുകളെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് രണ്ട് ഡിഫറെൻറ്റ് ഇഫക്റ്റുകളുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, മറ്റൊന്ന് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന മനസ്സിലാവും. ഇത് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, ഇത് റോട്ടോറിലുള്ള ആർമേച്ചർ. ഓക്കെ, ഇത് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, ഇതാണ് മെയിൻ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻ ഫ്ലക്സ് ഫിഗർ വരയ്ക്കണം എപ്പോഴും. ഓക്കെ, ഇതാണ് റോട്ടോറിലുള്ള ആർമേച്ചർ, ഇതാണ് ആർമേച്ചർ. ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാ? ആർമേച്ചർ ഫ്ലക്സ്. അപ്പോൾ ഇവിടെ മെയിൻ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ, ഇതിൽ ആർമേച്ചർ ഫ്ലക്സ് ഇല്ല. മെയിൻ ഫ്ലക്സ് മാത്രമാകുമ്പോൾ കൂളായിട്ട് പോകും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ആർമേച്ചറിൽ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ ഈ മെയിൻ ഫ്ലക്സിന് നമ്മളൊരു പേര് കൊടുത്തു, ∅1. മെയിൻ ഫ്ലക്സിന് കൊടുത്ത പേര് ∅1. ഇനി രണ്ടാമതായിട്ട് സപ്പോസ് നമ്മളിവിടെ മെയിൻ ഫ്ലക്സ് ഇല്ല എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ കേട്ടോ, കാരണം രണ്ട് ഫ്ലക്സും പ്രാക്ടിക്കലി രണ്ട് ഫ്ലക്സും ഉണ്ടാവും. ഇവിടെ മെയിൻ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഇവിടെ ആർമേച്ചർ ഫ്ലക്സ് മാത്രമേ നിൽക്കേണ്ട. അതിന്റെ ഡയറക്ഷൻ ആർമേച്ചറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലക്സ് ആർമേച്ചർ ഫ്ലക്സ്. അപ്പോൾ ∅1 ആണ് മെയിൻ ഫ്ലക്സ്. മെയിൻ ഫ്ലക്സ് ∅1. ഇവിടെ ആർമേച്ചർ കറണ്ട് ഫ്ലക്സ് മാത്രമുള്ളൂ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ, കാരണം പ്രാക്ടിക്കലി രണ്ടും ഉണ്ടാവും. പ്രാക്ടിക്കലി ∅1 ഉണ്ടാവും, ∅2 ഉണ്ടാവും. ∅1ഉം ∅2ഉം കൂടി ചേർന്നുള്ള ഫ്ലക്സ് ആകെ ഡിസ്റ്റോർട്ടഡ് ആയി, മെയിൻ ഫ്ലക്സിനെ ആകെ അത് ഡിസ്റ്റർബ് ചെയ്തു. ഇപ്പോൾ അതാണ് റിസൾട്ടന്റ് ഫ്ലക്സ് ∅3. ∅3 ഈസ് ഈക്വൽ ടു ∅1ഉം ∅2ഉം കൂടി ചേർന്നുണ്ടാവുന്ന ഫ്ലക്സ്. ∅2 എന്നുള്ള അനാവശ്യ ആർമേച്ചർ ഫ്ലക്സ്, ∅1 എന്നുള്ള ആവശ്യം വേണ്ട മെയിൻ ഫ്ലക്സിനെ നടത്തുന്ന ഇടപെടലുകളെ, നശിപ്പിക്കലിനെ, ശല്യപ്പെടുത്തുന്നതിനെ ആണെന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ. അതിന്റെ രണ്ട് ഇഫക്റ്റ്, ഒന്ന് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, മറ്റൊന്ന് ക്രോസ് മാഗ്നറ്റൈസിങ്. ഇട്ട് കണ്ട, ഈ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിന്റെ ശക്തി കുറഞ്ഞു. നോക്കിയാലോ, ഇതാണ് മെയിൻ ഫ്ലക്സ്, ഒറ്റയ്ക്കുള്ള മെയിൻ ഫ്ലക്സ് മാത്രമുള്ള എന്ന് വിചാരിച്ചു. രണ്ടാമതായിട്ട് ശല്യക്കാരനായിട്ടുള്ള ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടായി. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ മെയിൻ ഫ്ലക്സ് ആകെ തകിടം മറിഞ്ഞു. ചില സ്ഥലത്ത് ഫ്ലക്സ് ഇങ്ങനെ വളരെ ക്രൗഡഡ് ആയി, ചില സ്ഥലത്ത് ഫ്ലക്സ് വളരെ വീക്കായി. അപ്പോൾ മെയിൻ ഫ്ലക്സ് ആകെ ഡിസ്റ്റോർട്ടഡ് ആയി. അപ്പോൾ രണ്ട് ഇഫക്റ്റ്, ഒന്ന് മെയിൻ ഫ്ലക്സിന്റെ ശക്തി കുറയ്ക്കുന്ന ഇഫക്റ്റ്, ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, ഫസ്റ്റ് വൺ. രണ്ട്, മെയിൻ ഫ്ലക്സിനെ അത് ക്രോസ് ആയിട്ട് ഇതാണ് മെയിൻ ഫ്ലക്സ് എങ്കിൽ അത് ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ അവിടെ സ്പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന്, ഇറ്റ് ഡീമാഗ്നറ്റൈസസ് ഓർ വീക്കൻസ് ദ മെയിൻ ഫ്ലക്സ്. ആർമേച്ചർ റിയാക്ഷന്റെ ഫലമായിട്ട് മെയിൻ ഫ്ലക്സിനെ അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും. രണ്ട്, ഇറ്റ് ഡിസ്റ്റോർട്ട്സ് ഓർ ക്രോസ് മാഗ്നറ്റൈസസ് ദ മെയിൻ ഫ്ലക്സ്. മെയിൻ ഫ്ലക്സിനെ അത് ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. മെയിൻ ഫ്ലക്സിനെ അത് ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. മെയിൻ ഫ്ലക്സ് ∅1, ആർമേച്ചർ ഫ്ലക്സ് ∅2 രണ്ടും കൂടി ചേരുമ്പോൾ ഇവിടെ കണ്ടോ, ഈ
ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇതാണെങ്കിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണ് ലീഡിങ് പോൾ ടിപ്പ്, ഇതാണ് ട്രെയിലിംഗ് പോൾ ടിപ്പ്. അപ്പൊ നോക്കിയേ, മെഷീൻ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ പോളിന്റെ ആദ്യം കാണുന്ന എൻഡ് ലീഡ് ചെയ്യുന്ന പോൾ ടിപ്പ് എന്ന് വെച്ചാൽ അറ്റം, ഈ മാൻറ്റിപോളിന്റെ ആദ്യം കാണുന്ന എൻഡ് ഇത്, അപ്പൊ ലീഡിങ് പോൾ ടിപ്പ്. അവസാനം കാണുന്ന ഭാഗം TPT ട്രെയിലിംഗ് പോൾ ടിപ്പ്. ഇവിടെ ഫ്ലക്സ് കൂടുതലായിട്ടും ഇവിടെ ഫ്ലക്സ് കുറവായിട്ടും ആകെ മെയിൻ ഫ്ലക്സ് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയി. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. അതിന് രണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഒന്ന്, അത് മെയിൻ ഫ്ലക്സിനെ വീക്കൻ ചെയ്യുന്നു, നശിപ്പിക്കുന്നു, ശക്തി കുറയ്ക്കുന്നു, അതാണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മറ്റത് മെയിൻ ഫ്ലക്സ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് സ്പാർക്കിംഗ് ഉണ്ടാവുന്നു, അതാണ് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മെയിൻ ഫ്ലക്സിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു, ശക്തി കുറയ്ക്കുന്നു, അതാണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മെയിൻ ഫ്ലക്സിനെ ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്നു, അതാണ് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് എന്താന്ന് പറഞ്ഞു. ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് മീൻസ് ആർമേച്ചർ റിയാക്ഷൻ മെയിൻ ഫ്ലക്സിന്റെ ശക്തി കുറയ്ക്കുന്നതാണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്നതാണ് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മെയിൻ ഫ്ലക്സ് അലോൺ φ1, ആർമേച്ചർ ഫ്ലക്സ് അലോൺ φ2. ഈ മെയിൻ ഫ്ലക്സ് അലോൺ φ1, ആർമേച്ചർ ഫ്ലക്സ് അലോൺ φ2. പ്രാക്ടിക്കലി ഇത് ഇമ്പോസിബിൾ ആണ്, കാരണം മെയിൻ ഫ്ലക്സ് മാത്രമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്, ആർമേച്ചർ ഫ്ലക്സ് മാത്രമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. സങ്കല്പം മാത്രമാണത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അങ്ങനെ വരുമ്പോൾ ഫ്ലക്സ് ആകെ റീഡിസ്ട്രിബ്യൂട്ടഡ് ആയി, ഡിസ്റ്റർബ്ഡ് ആയി. TPTയില് ഫ്ലക്സ് വളരെ സ്ട്രെങ്തനായിട്ടും മറ്റൊടത്ത് വളരെ വീക്കനായിട്ടും കാണുന്നു. അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് മൊത്തത്തിൽ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് ആണ്, ഒരു കോട്ടമാണ്, അല്ലെങ്കിൽ ഒരു നമുക്കൊരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് പ്രധാനമായിട്ട് 4 മെത്തേഡുകൾ. ഒന്ന്, യൂസിങ് ഇന്റർപോൾസ് ഓർ കമ്പോൾസ്. ഈ മെയിൻ പോളുകളുടെ ഇടയിൽ ചെറിയ പോളുകൾ വെക്കുക. കണ്ടോ, മെയിൻ പോളുകളുടെ ഇതാണ് മെയിൻ പോളുകൾ. ഇതാ ഈ കാണിച്ചിരിക്കുന്ന മെയിൻ പോളുകൾ, ഇതാണ് ഫീൽഡ് സിസ്റ്റത്തിലുള്ള മെയിൻ പോളുകൾ, നോർത്ത് സൗത്ത്. അതിന്റെ ഇടയിലായിട്ട് കണ്ടോ ഇതാ. അപ്പൊ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ കണ്ടോ, അതാ ഓരോ പോളുകളുടെ ഇടയ്ക്കും ഓരോ ചെറിയ പോളുകൾ. ഈ ചെറിയ പോളുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർപോൾസ് ഓർ കമ്പോൾസ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നോക്കിയതാ കണ്ട, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലുള്ള മെയിൻ പോളിന്റെ, ഈ മെയിൻ പോളിന്റെ പോളാരിറ്റി കണ്ട ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേഷൻ നടക്കുമ്പോൾ തൊട്ട് മുന്നിലുള്ള മെയിൻ പോളിന്റെ അതേ പോളാരിറ്റി ആയിരിക്കും ഇന്റർപോൾസ് ഓർ കമ്പോൾസ്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ, ആർമേച്ചർ റിയാക്ഷൻ ഇല്ലാതാക്കാനായിട്ട് ഒന്നുകിൽ ഇന്റർപോൾസ് ഓർ കമ്പോൾസ് വെക്കാം. അപ്പൊ ഈ പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആർമേച്ചറിന്റെ ഫ്ലക്സിനെ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും, കുറയ്ക്കും, ശക്തി കുറയ്ക്കും. ആർമേച്ചർ ഫ്ലക്സ് ആണല്ലോ മെയിൻ ഫ്ലക്സിനെ ശല്യപ്പെടുത്തുന്നത്, ആർമേച്ചർ ഫ്ലക്സ് ആണല്ലോ മെയിൻ ഫ്ലക്സിനെ ക്രോസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ ആർമേച്ചർ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാം, അതിനെ ന്യൂട്രലൈസ് ചെയ്യുക, അതിനെ നിർവീര്യമാക്കാനായിട്ട് ഈ മെയിൻ പോളുകളുടെ ഇടയ്ക്ക് എന്ത് വെക്കും, ഇന്റർപോൾസ് ഓർ കമ്പോൾസ്. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം. 2, യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ഈ പറയുന്ന മെയിൻ പോളുകളുടെ ഈ വൈഡർ സെക്ഷൻ, നമ്മുടെ പേര് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ, എന്താ പേര് പറഞ്ഞേ, പോൾ ഷൂ. വൈഡർ സെക്ഷൻ ഓഫ് ദ പോൾ ഈസ് നോൺ ആസ് പോൾ ഷൂ. പോൾ ഷൂവിൽ ഒരു വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യും, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം, സീരീസ് ആയിട്ട്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കണ്ടോ, ഇവിടെ വേറെ കാണിച്ചിട്ടുണ്ട്. ഈ പോൾ ഷൂ, മെയിൻ പോളിന്റെ പോൾ ഷൂവിൽ വെക്കുന്ന വൈൻഡിങ് ആണ്, അത് ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രം. പോൾ ഷൂവിൽ വെക്കുന്ന വൈൻഡിങ് ആണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ആർമേച്ചറുടെ പാസ് ചെയ്യുന്ന അതേ കറണ്ട് തന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് കൂടിയും പാസ് ചെയ്യും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് പരസ്പരം ഒപ്പോസ് ചെയ്യും. അപ്പോൾ ആർമേച്ചർ ഫ്ലക്സിനെ അത് ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ കുറയ്ക്കും. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ്റെ ഇഫക്റ്റ് കുറയും. അതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, മോഡിഫൈ ദ എൻഡ്സ് ഓഫ് ദ പോൾ ഷൂ. കാരണം ഈ പോളിന്റെ എൻഡുകളിലാണ് ഈ ഫ്ലക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കണേ. അപ്പോൾ ഈ പോൾ ഷൂ, ഈ വൈഡർ സെക്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചില സ്ഥലത്ത് കട്ട കുത്തി കിട്ടും. അതായത് ട്രെയിലിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് കൂടുതലായിട്ടും മറ്റോടത്തെ ഫ്ലക്സ് കുറവായിട്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട്, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ പോൾ ഷൂ എന്ന് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. 4ാമതായിട്ട് ബ്രഷിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുക. ബ്രഷിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആർമേച്ചർ ഫ്ലക്സ് മൂലമുള്ള ഡീമാഗ്നറ്റൈസിംഗ് ഇഫക്റ്റും ക്രോസ് മാഗ്നറ്റൈസിംഗ് ഇഫക്റ്റും. ടു എൻഷുർ ദ ഗുഡ് കമ്മ്യൂട്ടേഷൻ ബ്രഷസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ദ ന്യൂ ന്യൂട്രൽ സോൺ. അതായത് ഫ്ലക്സ് ആദ്യം കടന്നിരുന്ന പോലെയല്ല, 2 ഫ്ലക്സ് ഒരുമിച്ച് ചേർന്നപ്പോൾ ട്രെയിലിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് ശക്തി കൂടിയിട്ടും ലീഡിംഗ് പോൾ ടിപ്പിൽ ഫ്ലക്സ് ശക്തി കുറഞ്ഞിട്ടും വന്നു. അപ്പം മാഗ്നറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സോൺ മാറി. അപ്പോൾ മാഗ്നറ്റിക്കലി ന്യൂട്രൽ ആയിട്ട് നോർത്തും അല്ല സൗത്തും അല്ലാത്ത അവസ്ഥയിലാണ് ഈ ബ്രഷ് ഇരിക്കേണ്ടത്. അപ്പോൾ ബ്രഷും അതിനനുസരിച്ച് പുതിയ പൊസിഷനിലേക്ക് മാറ്റുക. ഈ 4 മെത്തേഡിലൂടെ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ഇത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാം, എന്താണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ കമ്മ്യൂട്ടേഷൻ. ഒന്ന് പറഞ്ഞേ, എന്താ 1ാമത്തെ പോയിന്റ് എന്താ, ഇന്റർപോൾസ് ഓർ കമ്പോൾസ് വെക്കുക. അതായത് മെയിൻ പോളുകളുടെ ഇടയിൽ ചെറിയ പോളുകൾ വെക്കുക. ഈ പോള് ആർമേച്ചർ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും, ആർമേച്ചർ ഫ്ലക്സിനെ നശിപ്പിക്കും. അങ്ങനെ ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാം. 2, പോൾ ഷൂല് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുക.
ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആയിരിക്കും, രണ്ടിലൂടെ ഒരേ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ആർമേച്ചറിലുള്ള ഫ്ലക്സും ഈ മെയിൻ ഫ്ലക്സ് ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സും പരസ്പരം ഒപ്പോസ് ചെയ്യും. രണ്ടും ഒപ്പോസ് ചെയ്ത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ്റെ ഇഫക്റ്റ് ഇല്ലാണ്ടാക്കാം. 3, ഈ പോൾ ഷൂവിൻ്റെ എൻഡ് മോഡിഫൈ ചെയ്യാം. ഓക്കെ, മോഡിഫൈ ദ എൻഡ്സ് ഓഫ് ദ പോൾ ഷൂ. 4, ബ്രഷ് പുതിയ ഫ്ലക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അപ്പോൾ അതിനനുസരിച്ച് ബ്രഷ് മാഗ്നറ്റിക്കലി ന്യൂട്രൽ സോണിലേക്ക് വെക്കാം. അപ്പോൾ ഏതൊക്കെ 4 പോയിന്റുകൾ? 1 പറഞ്ഞ യൂസിങ് ഇന്റർപോൾസ് ഓർ കമ്പോൾസ്. 2, യൂസിങ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. 3ാമത്തെ പോയിന്റ് ഏതാ? മോഡിഫൈ ദ എൻഡ്സ് ഓഫ് ദി പോൾ ഷൂ. 4ാമത്തെ പോയിന്റ് എന്താ? ഷിഫ്റ്റിംഗ് ഓഫ് ബ്രഷസ്. ഇതുവഴി എന്താ ഉദ്ദേശിക്കണേ? ആർമേച്ചർ റിയാക്ഷന്റെ മോശമായിട്ടുള്ള ഇഫക്റ്റ് ഇല്ലാണ്ടാക്കുക. ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ആരാ? ആർമേച്ചർ ഫ്ലക്സ്. അപ്പോൾ ആർമേച്ചർ ഫ്ലക്സ് എന്ന് വെച്ചാൽ വേണ്ടാത്ത ഫ്ലക്സ് ആണ്. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയ്ക്കാനുള്ള 4 മെത്തേഡുകൾ. ഇനി ഇതില് ഇങ്ങനെ ഏതൊക്കെ നമ്മൾ പറഞ്ഞു ആർമേച്ചർ റിയാക്ഷൻ എത്ര ഇഫക്റ്റ് ഉണ്ട് ഒന്ന് പറഞ്ഞില്ല അവരും? ഏതൊക്കെ രണ്ട് ഇഫക്റ്റുകൾ ഏതൊക്കെയാ? ഒന്ന് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, മറ്റേതേതാ? ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പോൾ പറയുന്ന ആദ്യത്തെ മാഗ്നറ്റിക്കലി ന്യൂട്രൽ സോൺ MNA എന്ന് പറയുന്ന ഇതാണ്. GNA എന്ന് പറയുന്നത്, സോറി, ജോമെട്രിക്കലി ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, ജോമെട്രിക്കലി ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഇവിടെ നിന്ന് ബ്രഷ് ആക്സിസ് ആണ് MNA, ബ്രഷ് ആക്സിസ് MNA കണ്ടോ? അപ്പോ ബ്രഷ് ആക്സിസ് ഒന്നുകിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ GNAയിൽ നിന്ന് എത്രത്തോളം ആംഗിൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോ അത്രത്തോളം ആംഗിൾ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആംഗിൾ മെക്കാനിക്കൽ ഡിഗ്രി തീറ്റായം, ഇവിടുന്ന് ഇങ്ങോട്ടും ഇത്ര തീറ്റായം. അപ്പൊ ഈ ഒരു ആംഗിളിന് ഇടയ്ക്കുള്ള കണ്ടക്ടേഴ്സ് ആണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആംഗിളില് ഇടയ്ക്ക് കിടക്കുന്ന കണ്ടക്ടേഴ്സ്, അത് ഇവിടെ കിടക്കുന്ന കണ്ടക്ടേഴ്സും ഇവിടെ കിടക്കുന്ന കണ്ടക്ടേഴ്സും ആണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ബാക്കി ഈ ഭാഗത്തുള്ള കണ്ടക്ടേഴ്സ് ആണ് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഫ്ലക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് GNA എപ്പോഴും ഫിക്സഡ് ആണ്. MNA മാഗ്നറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആക്സിസ് ബ്രഷിന്റെ ആക്സിസ്. MNA ഈസ് ഓൾസോ നോൺ ആസ് ബ്രഷ് ആക്സിസ്. MNAക്ക് പറയുന്ന വേറെ പേരാണ് ബ്രഷ് ആക്സിസ്. അപ്പോൾ ഈ ഫ്ലക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ആർമേച്ചർ റിയാക്ഷന്റെ ഫലമായിട്ട് ഫ്ലക്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ബ്രഷ് പുതിയ പൊസിഷനിലേക്ക് വരും. അപ്പൊ എത്രത്തോളം ഷിഫ്റ്റിംഗ് ഇത്രത്തോളം ഇങ്ങോട്ട് നടക്കുന്നു GNAയിൽ നിന്ന്, അത്രത്തോളം ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് നടക്കാം. അപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റായം ആണെങ്കിൽ, ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റായം ആണെങ്കിൽ ടോട്ടൽ ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റായം. ഈ ഏരിയയിൽ കിടക്കുന്ന കണ്ടക്ടേഴ്സ് ആണ് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതല്ലാത്ത ഭാഗത്ത് കിടക്കുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതിന്റെ ഇക്വേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷൻ ടോപ്പിക് അത്രയും പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ പഠിച്ചു. ഇറ്റ് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. എന്തൊക്കെയാണ് അതിന്റെ രണ്ട് ഇഫക്റ്റുകൾ? ഒന്ന് ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്, ഒന്ന് ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. രണ്ടെണ്ണായി. ഏതൊക്കെയാണ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ? ഒന്ന് എന്താ വെക്കുക? മറ്റേ ഇന്റർപോൾസ് അല്ലെങ്കിൽ കമ്പോൾസ് വെക്കുക. പിന്നെയോ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുക. പിന്നെന്താ ചെയ്യുക? പോൾ ഷൂവിന്റെ എൻഡ് മോഡിഫൈ ചെയ്യുക. പിന്നെന്താ ചെയ്യുക? ബ്രഷ് ഷിഫ്റ്റ് ചെയ്യുക. 4 പോയിന്റുകൾ. ഇങ്ങനെ ബ്രഷ് ഷിഫ്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റായം ആണെങ്കിൽ GNAയിൽ നിന്ന് തീറ്റായം ഇങ്ങോട്ട് കൊടുക്കുക. GNAയിൽ നിന്ന് GNA മീൻസ് ജോമെട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആക്സിസ്. അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ആക്സിസ് അല്ല, നമ്മളത് ഇമാജിൻ ചെയ്യുന്നതാണ്. ഇവിടെ GNA ആണെന്ന് വിചാരിക്കുക, ജോമെട്രിക്കലി ന്യൂട്രൽ ആക്സിസ്. അതിൽ നിന്ന് MNA ഇത്രത്തോളം ഷിഫ്റ്റ് ചെയ്തു, ഇത്രത്തോളം ബ്രഷ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രദേശത്തുള്ള ആ ഏരിയയിലുള്ള കണ്ടക്ടേഴ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മറ്റേ കണ്ടക്ടേഴ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. Then ATD per pole is equal to ZI into theta m by 360. Demagnetizing conductors per pole എന്നാണ് അർത്ഥം. AT suffix D എന്നാണ്. ATD per pole is equal to ZI into equation by heart ചെയ്യുക theta m divided by 360. Okay. ATC cross magnetizing ampere conductors per pole is equal to ZI into 1 by 2p minus theta m by 360. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തേക്കാം. എന്താ തീറ്റായം? ബ്രഷ് ആക്സിസിന്റെ ഷിഫ്റ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റായം. അപ്പൊ GNA എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ആക്സിസ് ആണ്. GNA ജോമെട്രിക്കലി ന്യൂട്രൽ ആക്സിസ്. അവിടുന്ന് തീറ്റായം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അവിടുന്ന് തീറ്റായം ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തേക്കാം. ആ ഏരിയയിൽ കിടക്കുന്ന കണ്ടക്ടേഴ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റ്. മറ്റേ ഭാഗത്ത് കിടക്കുന്ന കണ്ടക്ടേഴ്സ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ക്രോസ് മാഗ്നറ്റൈസിങ് കണ്ടക്ടേഴ്സ്. ATD per pole കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ZI into theta m by 360. Z എന്താ? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. I എന്താ? ആർമേച്ചർ കറന്റ്. തീറ്റാ m എന്താ? അതായത് മെക്കാനിക്കൽ ഡിഗ്രി ഷിഫ്റ്റഡ്. ഇനി ATC per pole കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ZI into 1 by 2p minus theta m by 360. അപ്പൊ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ? എന്താണ് അതിന്റെ രണ്ട് ഡിഫക്റ്റുകൾ?
രണ്ടെണ്ണം പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഫസ്റ്റ് എന്താ ആർമേച്ചർ റിയാക്ഷൻ പറയാം. രണ്ട് അതിൻ്റെ രണ്ട് ഇഫക്റ്റുകൾ പറയാം. മൂന്ന് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 4 മെത്തേഡുകൾ പറയാം. 4 ഏതൊക്കെ ഏരിയയിലുള്ള കണ്ടക്ടേഴ്സ് ആണ് ഡിമാഗ്നറ്റൈസിങ് കണ്ടക്ടേഴ്സ്, ഏതൊക്കെ ഏരിയയിലുള്ള കണ്ടക്ടേഴ്സ് ആണ് ക്രോസ് മാഗ്നറ്റൈസിങ് കണ്ടക്ടേഴ്സ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള കണ്ടക്ടേഴ്സ് ഡിമാഗ്നറ്റൈസിങ് കണ്ടക്ടേഴ്സ്, മറുഭാഗത്തുള്ള ആർമേച്ചർ കണ്ടക്ടേഴ്സ് ക്രോസ് മാഗ്നറ്റൈസിങ് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതാ. പിന്നെ AT dipole കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക എല്ലാവരും. ZI ഇൻറ്റു θm/360. ATC per pole കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ZI ഇൻറ്റു 1/2p മൈനസ് θm/360. റൈറ്റ്, ഷോർട്ട് നോട്ട്സ് ഓൺ ആർമേച്ചർ റിയാക്ഷൻ എന്ന് വരാം. 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ക്വസ്റ്റൻ ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആർമേച്ചർ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.